15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. രാവിലെ 10 മണിക്ക് നടക്കുന്ന ആചാര്യ സമ്മേളനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും. 27 വരെയാണ് ചരിത്രപ്രസിദ്ധമായ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. വികസനം, വിദ്യാഭ്യാസം, വനിതാ സമ്മേളനം, രാജ്യസുരക്ഷ, ക്ഷേത്രപരിപാലനം, യുവശക്തി, മാധ്യമങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രബന്ധ സമ്മേളനങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ തുടങ്ങിയവയാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലെ പ്രധാന അംശങ്ങൾ. 5 ദിവസങ്ങളിലും ഗണപതി ഹോമത്തോടെ ആരംഭിച്ച് രാത്രി 10 മണിക്ക് നടക്കുന്ന വിവിധ പരിപാടികളോടെ സമാപിക്കും. പൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ ഇച്ഛാശക്തിയുടെ പൂർത്തീകരണമാണ് കഴിഞ്ഞ 15 വർഷക്കാലമായി അനന്തപുരിയിൽ നടക്കുന്നതെന്ന് ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് M. ഗോപാൽ പറഞ്ഞു. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ 15ാം വർഷം സമുചിതമായി ആഘോഷിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ യുവാക്കന്മാരും യുവതികളും അടക്കമുള്ള പ്രവർത്തകർ കാര്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ് സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഒരു ഘോഷയാത്ര പാളയം ഗണപതി ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് ആരംഭിച്ചത്. പാളയത്തിൽ നിന്ന് ആരംഭിക്കാൻ ഒരു കാരണമുണ്ട്. ഞങ്ങൾക്ക് പ്രചോദനം തന്നത് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പാളയം ഗണപതി ക്ഷേത്രം ഉദ്ധരിക്കുകയും അതിൻ്റെ വലിയൊരു ഗോപുരം പണിയുകയും ചെയ്യണമെന്നുള്ളത് സ്വാമിജിയുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ ആഗ്രഹം സഫലീകരിക്കുന്നതിന് മുമ്പ് സ്വാമിജി സമാധിയായി. പക്ഷേ ഞങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കും, ഇപ്പോൾ ആ ക്ഷേത്രം പുനരുദ്ധരിച്ചതും അതിൻ്റെ ഗോപുരം പണി തീർത്തതും ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ചെയർമാനായിരിക്കുന്ന ശ്രീ S. രാജശേഖരൻ, ചെങ്കൽ S. രാജശേഖരൻ നായരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിന്തിച്ചു അവിടെ നിന്ന് ഘോഷയാത്ര ആരംഭിക്കണമെന്ന്. അതിവിടെ സമാപിച്ചപ്പോൾ ഇവിടെ ഒരു 3ാം തലമുറ നമ്മളായിത്തീരുന്ന സമയത്ത് ഏറ്റവും വലിയ ശിവലിംഗമായി തീരാവുന്ന 13ാമത്തെ പ്രധാനപ്പെട്ട ശിവലിംഗമായി തീരാവുന്ന ആ ശിവലിംഗത്തിൽ അർച്ചന നടത്തിക്കൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് സ്വാമിജി കടന്നു വന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ആചാര്യ സമ്മേളനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. തുടർന്ന് 2 മണി മുതൽ വികസനം, വിഴിഞ്ഞം തുറമുഖം എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ചെയർമാനും ജനം TV MDയുമായ ചെങ്കൽ S. രാജശേഖരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അദാനി പോർട്ട് ജനറൽ മാനേജർ സുനിൽകുമാർ അയ്യപ്പൻ, വിഴിഞ്ഞം തുറമുഖ വികസന കൺവീനർ വെങ്ങാനൂർ ഗോപൻ എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജുന അഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ അനുഗ്രഹ പ്രഭാഷണം നൽകും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ചെയർമാനും ജനം MDയുമായ ചെങ്കൽ S. രാജശേഖരൻ നായർ, മുൻ പോലീസ് മേധാവി ഡോക്ടർ TP സെൻകുമാർ തുടങ്ങിയവരും പങ്കെടുക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഏപ്രിൽ 27-ാം തീയതി സമാപിക്കും. ജനം, തിരുവനന്തപുരം.